Hi students, നമ്മൾ നമ്മുടെ തേർഡ് മോഡലിലോട്ട് എൻ്റർ ചെയ്യാണ്. ഓക്കെ, സോ we are going to discuss about programmable peripheral interface, that is PPI 8255, its input output ports and modes of operation. Okay, so modes of operation I will be handling it in the next video. So today we will be discussing about programmable peripheral interface, that is PPI 8255 and its input output ports. So, programmable peripheral devices PPDs are designed to perform various input-output functions and specific routine activities. And every programmable device will have one or more control registers. നമുക്കറിയാം 8085 ഫ്ലാഗ് ബിറ്റ്സ് പോലെ ഉണ്ടായിരുന്നു. സോ ഡിപ്പെൻഡിങ് അപ്പോൺ എ പെർട്ടിക്കുലർ ഓപ്പറേഷൻ ഫ്ലാഗ് ബിറ്റ്സ് എന്തായിരുന്നു സെറ്റായി റീസെറ്റ് ചെയ്തു ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു അല്ലേ. സൈൻ ഫ്ലാഗ് ആണെങ്കിൽ എന്തെങ്കിലും സൈൻ നെഗറ്റീവ് ആണെങ്കിൽ ഇത് സെറ്റാവും. പാരിറ്റി ഫ്ലാഗ് ആണെങ്കിൽ ഈവൻ പാരിറ്റി ആണെങ്കിൽ നമ്പർ ഓഫ് വൺസ് ഈവൻ ആണെങ്കിൽ ഈവൻ പാരിറ്റി സെറ്റാവും. നമ്പർ ഓഫ് വൺസ് 0 ആണെങ്കിൽ ഓഡ് പാരിറ്റി സെറ്റാവും. സോ നമ്മൾ 8085 നമ്മൾ ഫ്ലാഗ് ബിറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളെ 8255 കൺട്രോൾ രജിസ്റ്റർ. ഓക്കെ, കൺട്രോൾ രജിസ്റ്ററും നമ്മുടെ ഫ്ലാഗ്സ് ഒക്കെ പോലുള്ള ഒരു 8-bit രജിസ്റ്റർ തന്നെയായിരുന്നു കൺട്രോൾ രജിസ്റ്റർ. ഓക്കെ, കൺട്രോൾ വേർഡ് രജിസ്റ്റർ എന്ന് പറയും ഇൻ 8255. ഓക്കെ, സോ ഇൻ 8255 കൺട്രോൾ വേർഡ് രജിസ്റ്റർ BSR മോഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡിലൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നതൊക്കെ നമ്മൾ വരുന്ന വീഡിയോസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ തൽക്കാലം നമ്മൾ ഇപ്പോൾ ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. PPDs, Programmable Peripheral Devices, are designed to perform various input-output functions and specific routine activities, and every programmable device will have one or more control registers. Okay, the control word is an instruction which informs the peripherals about various functions it has to perform. അതായത് നമ്മൾ programmable peripheral device ആയിട്ടുള്ള ഇന്റർഫേസ് ആയിട്ട് നമ്മൾ PPIs ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 8255 നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോൾ പോർട്ട് എയിൽ യൂസ് ചെയ്യുന്ന മോഡ് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും, പോർട്ട് ബി ഉള്ള പിൻസ് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ പോർട്ട് സിയിലെ പിൻസ്, അതുപോലെ അത് ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡിൽ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന മോഡുണ്ട് BSR മോഡിൽ പോർട്ട് സിയിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡിൽ തന്നെ പല മോഡ്സ് ഉണ്ട്, മോഡ് 0, മോഡ് 1, മോഡ് 2 ഓപ്പറേഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഏതൊക്കെ രീതിയിലാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത് അത് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? കൺട്രോൾ വേർഡാണ്. ഓക്കെ, so the control word is an instruction which informs the peripheral about various functions it has to perform. അപ്പോൾ കൺട്രോൾ വേർഡ് രജിസ്റ്ററിന്റെ വർക്കിംഗ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, സോ for the time being നിങ്ങൾ ഇത്ര ആലോചിക്കുക. Control word is an instruction which informs the peripheral about various functions it has to perform. So format of the control word will be specified by the manufacturer of the peripheral device. എന്താ Intel 8255 പ്രോഗ്രാമബിൾ പെരിഫറൽ ഇന്റർഫേസ്, PPI എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമബിൾ പെരിഫറൽ ഇന്റർഫേസ് ആണ്. അപ്പോൾ 8255 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ആൻ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് ചിപ്പ് ദാറ്റ് ഇസ് യൂസ്ഡ് ഫോർ ഇന്റർഫേസിംഗ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് വിത്ത് മൈക്രോ പ്രൊസസർ. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനെ മൈക്രോ പ്രൊസസറുമായിട്ട് ഇന്റർഫേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഇത് 8255. ഓക്കെ, സോ ഇറ്റ്സ് എ വെരി കോമൺലി യൂസ്ഡ് പെരിഫറൽ ചിപ്പ് and it is used for implementing parallel data transfer between the microprocessor and slow peripheral devices like ADC, DAC, keyboard, 7-segment display, LCD, etc. ഓക്കെ, അപ്പോൾ നമുക്ക് മൈക്രോ പ്രൊസസറും അതുപോലെ തന്നെ സ്ലോ ആയിട്ടുള്ള പെരിഫറൽ ഡിവൈസസ് ലൈക്ക് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ, ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ, കീബോർഡ്സ്, 7-segment ഡിസ്പ്ലേ, LCDs ഒക്കെ ആയിട്ട് നമുക്ക് മൈക്രോ പ്രൊസസറിനെ ഇന്റർഫേസ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് 8255 പ്രോഗ്രാമബിൾ പെരിഫറൽ ഇന്റർഫേസ്. ഓക്കെ, സോ മെയിനായിട്ട് നമുക്ക് 8255 ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ, ഫീച്ചേഴ്സിലോട്ട് പോവുകയാണെങ്കിൽ, ഇറ്റ് ഇസ് അവൈലബിൾ ഇൻ 40-pin ഡുവൽ ഇൻലൈൻ പാക്കേജ്. ഓക്കെ, അപ്പോൾ ഡുവൽ ഇൻലൈൻ പാക്കേജ് എന്ന് പറയുന്നത് ഒരു റെക്ടാങ്കുലർ ആയിട്ടുള്ള ഒരു പാക്കേജ് ആണ്. അതിൽ ഇപ്പുറത്ത് 20 പിൻസ് ഉണ്ടാവും, ഇപ്പുറത്ത് 20 പിൻസ് ഉണ്ടാവും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡുവൽ ഇൻലൈൻ പാക്കേജ്. സോ Intel 8255 പ്രോഗ്രാമബിൾ പെരിഫറൽ ഇന്റർഫേസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്താണ്? 40-pin ഡുവൽ ഇൻലൈൻ പാക്കേജിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ 24 പിൻസ് ആർ യൂസ് ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട്. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് ആയിട്ട് നമുക്ക് ആക്ട് ചെയ്യുന്നത് എത്ര പിൻസ് ആണ്? 24 പിൻസ് ദാറ്റ് ആർ പ്രോഗ്രാമബിൾ ഇൻ എ ഗ്രൂപ്പ് ഓഫ് 12 പിൻസ്. And these groups operate in distinct modes. Okay, ആ മോഡ്സ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മോഡ് 0, മോഡ് 1, മോഡ് 2 എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോർട്ട് എയും പോർട്ട് ബിയും നമുക്ക് പോർട്ട് എ, പോർട്ട് ബി ആൻഡ് പോർട്ട് സി. ഓക്കെ, അതിന് നമുക്ക് മോഡ് 0-ൽ നമുക്ക് പോർട്ട് എയും പോർട്ട് ബി, പോർട്ട് സിയും ഓപ്പറേറ്റ് ചെയ്യാം. പോർട്ട് എയിൽ പോർട്ട് ബിയും നമുക്ക് മോഡ് 1-ൽ ഓപ്പറേറ്റ് ചെയ്യാം. പോർട്ട് സിയിലെ ചില ഇൻപുട്ട് പിൻസ് നമുക്ക് എന്ത് ചെയ്യാം? മോഡ് 1-ൽ ഓപ്പറേറ്റ് ചെയ്യാം. മോഡ് 2-ൽ നമുക്ക് പോർട്ട് എയിലെ പിൻസ് മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇറ്റ് ഹാസ് 24 പിൻസ് ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട് ദാറ്റ് ആർ പ്രോഗ്രാമബിൾ ഇൻ എ ഗ്രൂപ്പ് ഓഫ് 12 പിൻസ്. അപ്പോൾ നമുക്ക് മൊത്തം എത്ര പിന്നുകളാണ് ഉള്ളത്? 24 പിന്നുണ്ട്. ആ 24 പിൻസിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 2 ഗ്രൂപ്പാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
12 പിൻസ് ഉള്ള ഒരു ഗ്രൂപ്പ് ആൻഡ് 12 പിൻസ് ഉള്ള അടുത്ത ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു ഗ്രൂപ്പിനെ നമ്മൾ ഗ്രൂപ്പ് എ എന്ന് വിളിക്കുന്നത്, അടുത്ത ഗ്രൂപ്പിനെയാണ് നമ്മൾ ഗ്രൂപ്പ് ബി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 24 പിൻസ് ഉണ്ടെന്ന് അറിയാം. 24 ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് ദാറ്റ് ആർ ഡിവൈഡഡ് ഇൻടു 12 പിൻസ് ഈച്ച് ആയിട്ടുള്ള രണ്ട് ഗ്രൂപ്പായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ടോട്ടൽ നമുക്ക് 3 പോർട്ടുകളാണുള്ളത് 8255. പോർട്ട് എ ഉണ്ട്, പോർട്ട് ബി ഉണ്ട്, അതുപോലെ തന്നെ പോർട്ട് സി ഉണ്ട്. പോർട്ട് എ കൺസിസ്റ്റ് ഓഫ് 8 പിൻസ് ഉണ്ടാവും, 8 പിൻസ് ഉണ്ടാവും പോർട്ട് എയിൽ. പോർട്ട് ബിയിലും 8 പിൻസ് ഉണ്ടാവും, പോർട്ട് സിയിലും എന്തുണ്ട് 8 പിൻസ് ഉണ്ട്. ഓക്കെ, ഈ പോർട്ട് സിയിലെ നമ്മൾ എന്തായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, രണ്ട് പോർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പർ ഹാഫും ലോവർ ഹാഫും, അപ്പർ ഹാഫായി ഡിവൈഡ് ചെയ്യുന്നു, ലോവർ ഹാഫായി ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ പോർട്ട് സിയിലെ അപ്പർ ഹാഫിൽ 4 പിൻ ഉണ്ടാവും, പോർട്ട് സിയിലെ ലോവർ ഹാഫിൽ 4 പിൻ ഉണ്ടാവും. ഓക്കെ, സോ പോർട്ട് എയിലെ 8 പിന്ന് പ്ലസ് പോർട്ട് സിയിലെ അപ്പർ 4 പിൻസ്, അപ്പോൾ 8 + 4 12, അതാണ് നമ്മൾ ഗ്രൂപ്പ് എ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഗ്രൂപ്പ് എ എന്ന് പറഞ്ഞാലും ഗ്രൂപ്പ് ബിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് എ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രൂപ്പ് എ എന്ന് പറയുകയാണെങ്കിൽ പോർട്ട് എയിലെ, ഓക്കെ, പോർട്ട് എയിലെ 8 പിൻസ് പ്ലസ് പോർട്ട് സിയിലെ അപ്പർ പിൻസ്, അപ്പർ പിന്നായിട്ടുള്ള 4 മൊത്തത്തിൽ എത്രയാണ് 12 പിൻസ്. ഇതാണ് ഗ്രൂപ്പ് എ. ഇനി ഗ്രൂപ്പ് ബി എന്താണ് വരിക, ഗ്രൂപ്പ് ബി എന്ന് പറയുകയാണെങ്കിൽ ഗ്രൂപ്പ് ബി എന്ന് പറഞ്ഞാൽ പോർട്ട് ബിയിലുള്ള 8 പിന്നും പ്ലസ് പോർട്ട് സിയിലുള്ള ലോവർ പിൻസ് ഉണ്ട് 4. ഓക്കെ, അതും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, പോർട്ട് ബി കിട്ടും. ഓക്കെ, സോ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, 8255 is available in 40 pin dual inline package ആണ്. It has 24 pins for input output that are programmable in a group of 12 pins. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് നമുക്ക് 24 പിൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 24 പിൻസിൽ 8 പിൻ എന്താണ്, is available in port A, 8 pins are available in port B and 8 pins are available in port C. ഓക്കെ, ടോട്ടൽ 24 പിൻസ് ഉണ്ട്. ഈ 24 പിൻസ് നമ്മൾ രണ്ട് ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്, they are classified into group A and they are classified into group A and group B. Okay, so it has 24 pins for the input output that are programmable in a group of 12 pins, and 24 input output pins can be grouped primarily into two 8-bit parallel ports A and B with remaining 8 bits as port C. അപ്പോൾ നമ്മൾ 24 പിന്നിന് 3 പോർട്ടായിട്ടാണുള്ളത്, പോർട്ട് എ, പോർട്ട് ബി ആൻഡ് പോർട്ട് സി. 3 ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട്, 3 ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട്സ് ആർ പ്രോഗ്രാം ആസ് ഗ്രൂപ്പ് എ. ഗ്രൂപ്പ് എയിൽ ഏതൊക്കെയുള്ളത്, പോർട്ട് എയിലുള്ള 8 പിന്ന് പ്ലസ് അപ്പർ ഹാഫ് ഓഫ് പോർട്ട് സി. ഇനി ഗ്രൂപ്പ് ബിയിൽ ഏതാണുള്ളത്, പോർട്ട് ബിയിലുള്ള 8 പിൻസ് പ്ലസ് ലോവർ ഹാഫ് ഓഫ് പോർട്ട് സി. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ടോട്ടൽ 24 ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് ഉണ്ട്. ഗ്രൂപ്പ് എ ആയിട്ടും ഗ്രൂപ്പ് ബി ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് എ കൺസിസ്റ്റ് ഓഫ് പോർട്ട് എ പിൻസ് ആൻഡ് 8 പോർട്ട് എ പിൻസും 4 അപ്പർ പോർട്ട് സി പിൻസുമാണ് ഗ്രൂപ്പ് എ ഉള്ളത്. പോർട്ട് ബി കൺസിസ്റ്റ് ഓഫ് ഗ്രൂപ്പ് ബി കൺസിസ്റ്റ് ഓഫ് പോർട്ട് ബിയിലുള്ള 8 പിൻ പ്ലസ് 4 പിൻസ് ഇൻ പോർട്ട് സി ലോവർ. ഓക്കെ, സോ 12 പിൻസ്. അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഗ്രൂപ്പ് എയും അതുപോലെ തന്നെ ഗ്രൂപ്പ് ബിയും. ഓക്കെ, ടോട്ടൽ 3 പോർട്ട്സ് ആണത്, പോർട്ട് എ, പോർട്ട് ബി ആൻഡ് പോർട്ട് സി. ഓരോന്നിനും 8 പിൻസ് വീതം. ഓക്കെ, അപ്പോൾ പോർട്ട് സിയിലെ 4 പിന്നെ നമ്മൾ ഗ്രൂപ്പ് എ ആയിട്ട് പോർട്ട് എന്റെ കൂടെ പറയും. ഓക്കെ, ഗ്രൂപ്പ് എ കൺസിസ്റ്റ് ഓഫ് പോർട്ട് എയിലെ 8 പിൻസ് പ്ലസ് പോർട്ട് സിയിലുള്ള അപ്പർ 4 പിൻസ്. ഗ്രൂപ്പ് ബി കൺസിസ്റ്റ് ഓഫ് പോർട്ട് ബി പ്ലസ് പോർട്ട് സിയിലെ ലോവർ 4 പിൻസ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു 8255ന്റെ ഡ്യുവൽ ഇൻലൈൻ പാക്കേജിൽ കാണിച്ചിട്ടുള്ള 40 പിൻസ്. നമുക്ക് എത്ര പിൻസാണ്, എല്ലാ പിൻസും കൂടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ പിൻസായിട്ട് നമുക്കിനി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇതിൽ മെയിനായിട്ട് നമുക്ക് ഡാറ്റ ലൈൻസ് D0 to D7 എന്ന് പറഞ്ഞ 8 ഡാറ്റ ലൈൻസ് ഉണ്ട്, 8 പിന്നുണ്ട്. റീസെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ റീസെറ്റ് ഇൻപുട്ട് എന്നുള്ളൊരു പിന്നുണ്ട്, ചിപ്പ് സെലക്ട് പിന്നുണ്ട്, അതുപോലെ റീഡിന് കൺട്രോൾ ഉണ്ട്, റൈറ്റ് കൺട്രോൾ ഉണ്ട്. ഓക്കെ, സോ ഇത്രയും പിന്നുകൾ എത്രയായി, 1 2 3 4 പിന്നായി. ഓക്കെ, പിന്നെ ഇന്റേണൽ അഡ്രസ് എന്ന് പറഞ്ഞിട്ട് 2 പിന്ന്, A0 ആൻഡ് A1 ആണ് ഇന്റേണൽ അഡ്രസ് ലൈൻ, 2 പിൻസ്. ഓക്കെ, പിന്നെ പോർട്ട് എയിലെ പിൻസ് എത്ര, 8 പിൻസ്. പോർട്ട് ബിയിൽ എത്രയാണ്, 8 പിന്ന്. പോർട്ട് സിയിൽ എത്രയാണ്, 8 പിന്ന്. പിന്നെ VCC ഗ്രൗണ്ടും രണ്ടും കൂടി 2 പിന്ന്. അപ്പോൾ ടോട്ടൽ എത്ര പിന്നായി, 8 + 4 12 + 2 14 + 8 22 30 38 40, മൊത്തം 40 പിന്നായി, 40 പിൻ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ആദ്യം നമ്മൾ പോർട്ട് എ, PA3 PA2 PA1 PA0. ഓക്കെ, ബാക്കിയുള്ളത് PA4 PA5 PA6 PA7. പിന്നെ റീഡ്, റൈറ്റ്, ചിപ്പ് സെലക്ട്, അതായത് നമുക്കൊരു ചിപ്പിനെ സെലക്ട് ചെയ്യണമെങ്കിൽ ആണ് നമ്മൾ ചിപ്പ് സെലക്ട് പിന്നെ യൂസ് ചെയ്യണം. ഓക്കെ, സോ ഈ ഒരു ഇത് ആക്റ്റീവ് ലോ ഇൻപുട്ട് പിന്നാണ്. അത് ലോ ആണെങ്കിൽ മാത്രമേ നമുക്ക് ചിപ്പിനെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ റീസെറ്റ് ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഗ്രൗണ്ട്, അതുപോലെ തന്നെ
നമ്മുടെ D0 to D7 ഇവിടെ കാണിച്ചിട്ടുണ്ട്. VCC. പിന്നെ പോർട്ട് ബിയിലുള്ള പകുതി പിൻസ്, പിന്നെ പോർട്ട് ബിയിലുള്ള ബാക്കിയുള്ള പിൻസ് പകുതിയല്ല, PB3 മുതൽ PB7 വരെയാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. PB0 മുതൽ PB2 വരെ ഇവിടെയുണ്ട്. പിന്നെ പോർട്ട് സി ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, പോർട്ട് സിയിലുള്ള അപ്പർ പോർട്ട് സിയിലുള്ള പിൻസ്, ലോവർ പോർട്ട് സിയിലുള്ള പിൻസ്. ഓക്കെ, പിന്നെ നമ്മുടെ സെലക്ട് ലൈൻസ് A1 A0. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെയാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് 40 പിൻ ഡ്യൂലിംഗ് ലാഗിംഗ് പാക്കേജ്. പോർട്ട് A പിൻ ഉണ്ട്, പോർട്ട് സി ഉണ്ട്, പിന്നെ കൺട്രോൾ പോർട്ട് ഉണ്ട്. കൺട്രോൾ പോർട്ട് എന്തൊക്കെ ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. then പോർട്ട് സി. ഓക്കെ, റീഡ് റൈറ്റ് ഗ്രൗണ്ട്, അതുപോലെ VCC ഗ്രൗണ്ടും സെലക്ട് ലൈൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ടുള്ള പിൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്റേണൽ ബ്ലോക്ക് ഡയഗ്രം. ദിസ് വാസ് വൺ ടാസ്ക് ഫോർ യൂണിവേഴ്സിറ്റി എക്സാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് ആദ്യം തന്നെ പോർട്ട് എ ഉണ്ട്. പോർട്ട് എക്ക് എത്ര പിൻ ഉണ്ട്? 8 പിൻ അവിടെ കാണിച്ചിട്ടുണ്ട്. സോ ഗ്രൂപ്പ് എ പോർട്ട് എ ഇതാണ് ഗ്രൂപ്പ് എയിൽ വരുന്നതാണ് പോർട്ട് എ. പിന്നെ ഗ്രൂപ്പ് എയിൽ വരുന്ന എന്താണ്? പോർട്ട് സി അപ്പർ 4 പിന്നും കൂടി ഉണ്ട്. അപ്പോൾ അത് രണ്ടും നമ്മൾ വരച്ച് കാണിച്ചു. പിന്നെ ഗ്രൂപ്പ് ബി ആണ് പറയുന്നത്. ഗ്രൂപ്പ് ബിയിൽ പോർട്ട് സിയിലെ ലോവർ പിൻസും ഉണ്ട്, പിന്നെ ഗ്രൂപ്പ് ബിയിൽ എന്തുണ്ട്? പോർട്ട് ബി പിൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഗ്രൂപ്പ് എയിലെ 12 പിൻസിനോടെ കാണിച്ചു, പിന്നെ ഗ്രൂപ്പ് ബിയിലെ 12 പിൻസിനോടെ കാണിച്ചു. ഓക്കെ, ഇനി ഗ്രൂപ്പ് എനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഗ്രൂപ്പ് എ കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, സോ ജസ്റ്റ് കൺട്രോളിങ് ഗ്രൂപ്പ് എ പിൻസ്, അതായത് പോർട്ട് എനെയും പോർട്ട് സിയിലെ ഉള്ള അപ്പർ പിൻസിനെയും കൺട്രോൾ ചെയ്യുന്നതാണ് ഗ്രൂപ്പ് എ കൺട്രോൾ. സിമിലർലി ഗ്രൂപ്പ് ബി കൺട്രോൾ എന്താണ് ചെയ്യുന്നത്? ഗ്രൂപ്പ് ബി കൺട്രോൾ പോർട്ട് ബിനെ, അതായത് ഗ്രൂപ്പ് ബി പിൻസിനെ കൺട്രോൾ ചെയ്യണം. സോ പോർട്ട് ബി പിൻസും അതുപോലെ തന്നെ പോർട്ട് സിയിലെ ലോവർ പിൻസിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രൂപ്പ് ബി കൺട്രോൾ. ഇനി ഇതാണ് ഡാറ്റ ബസ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ബൈ ഡയറക്ഷണൽ ഡാറ്റ ബസ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എന്ത് കാണിച്ചിട്ടുണ്ട്? പവർ സപ്ലൈ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഗ്രൗണ്ടും VCCയും കാണിച്ചിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക്കിൽ എന്തൊക്കെയാണ് വരുന്നത്? റീഡ് സിഗ്നൽ ലോ ആകുന്നത് എന്തിന്? റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. റൈറ്റ് സിഗ്നൽ ലോ ആവും എന്തിനു വേണ്ടിയിട്ട്? റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. A0 A1 ആർ യൂസ് ടു സെലക്ട് ഡിഫറെൻറ്റ് പോർട്സ്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. റീസെറ്റ് നമുക്കറിയാം. ചിപ്പ് സെലക്ട് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇൻ ഓർഡർ ടു എനേബിൾ അവർ 8255 എന്നുള്ള പിന്നെ എനേബിൾ ചെയ്യണമെങ്കിൽ CS ബാർ എന്ന് പറഞ്ഞ ചിപ്പ് സെലക്ട് എന്തായിരിക്കണം? ലോ ആയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഓരോ പോർട്ടിനെയും നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഏത് വെച്ചിട്ട് കൺട്രോൾ ചെയ്യണം? റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക്ക് വെച്ച് കൺട്രോൾ ചെയ്യണം. സോ ഓരോ പോർട്ടും നമുക്ക് നമ്മുടെ കൺട്രോൾ യൂണിറ്റുമായിട്ട് ഓരോന്നിനെയും നമ്മൾ ഇൻഡിവിജ്വലി എന്ത് ചെയ്തിട്ടുണ്ട്? കണക്ട് ചെയ്യുന്നുണ്ട്. അതുമാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ദിസ് ഈസ് ദി ഇന്റേണൽ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് 8255. ഓക്കെ, സോ നമുക്ക് 3 പോർട്ട്സ് ഉണ്ട്. 8255 ഫ്രം യൂസേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ, പോർട്ട് എ, പോർട്ട് ബി ആൻഡ് പോർട്ട് സി. അതിൽ പോർട്ട് സി ഇസ് കമ്പോസ്ഡ് ഓഫ് 2 ഇൻഡിപെൻഡന്റ് 4-bit പോർട്ട്സ്, പോർട്ട് സി അപ്പർ ആൻഡ് പോർട്ട് സി ലോവർ. ഡാറ്റ ബസ് നമുക്കറിയാം. ദേ ആർ യൂസ്ഡ് ആസ് ബൈ ഡയറക്ഷണൽ ഡാറ്റ ബസ് ഫോർ ട്രാൻസ്ഫറിംഗ് ഡാറ്റ. CS ബാർ എന്ന് പറയുന്നത് ആക്റ്റീവ് ലോ സിഗ്നൽ ആണ്. സോ 8255 വിൽ റിമെയിൻ ഇൻ ഹൈ ഇംപെഡൻസ് സ്റ്റേറ്റ്. ഇഫ് ഇൻപുട്ട് CS ബാർ ഹൈ ആണെങ്കിൽ എന്തായിരിക്കും? 8255 ഹൈ ഇംപെഡൻസ് സ്റ്റേറ്റ് ആയിരിക്കും ഉണ്ടാവുക. അതിനെ നോർമൽ ലോജിക്കിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? CS ബാർ എന്തായിരിക്കണം? ലോ ആയിരിക്കണം. ഒന്നും അല്ല, ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. CS ബാർ ലോ ആണെങ്കിൽ മാത്രമേ നമുക്ക് ചിപ്പിനെ എനേബിൾ ചെയ്യാൻ പറ്റുള്ളൂ. CS ബാർ നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ ഹൈ ആണെങ്കിൽ ചിപ്പ് എന്തായിരിക്കും? ഡിസേബിൾ ആയിരിക്കും. ഓക്കെ, ഇനി റീഡ് സിഗ്നൽ ഇസ് ആക്റ്റീവ് ലോ സിഗ്നൽ. അപ്പോൾ നമ്മൾ റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് റീഡ് ബാർ വിൽ ബി ലോ. റൈറ്റ് എന്താണ്? ദിസ് ഇസ് ആക്റ്റീവ് ലോ സിഗ്നൽ ആൻഡ് വെൻ ഇറ്റ് ഈസ് ലോ റൈറ്റ് ഓപ്പറേഷൻ വിൽ സ്റ്റാർട്ട്. ഓക്കെ, വിൽ സ്റ്റാർട്ട്. അഡ്രസ് ലൈൻസ് നമുക്കറിയാം. ദിസ് യൂസ് ടു സെലക്ട് ദി പോർട്ട്സ് A0 to A1. അതെങ്ങനെയാണെന്നാണ് നമ്മൾ അടുത്തൊരു സ്ലൈഡിൽ പറയാൻ പോകുന്നത്. അപ്പോൾ A0 A1 വാല്യൂ 0 0 ആണെങ്കിൽ പോർട്ട് A will be selected. If it is 0 and 1, പോർട്ട് B will be selected. 1 0 ആണെങ്കിൽ പോർട്ട് C will be selected and 1 1 നമ്മൾ കൺട്രോൾ പോർട്ട് will be selected. Now reset button. നമുക്ക് എന്താണ്? റീസെറ്റ് ബട്ടൺ is used to reset the device. That means നമുക്ക് കൺട്രോൾ രജിസ്റ്റർ എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്യണം. ഓക്കെ, ഇനി PA0 to PA7. PA0 to PA7 എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ന് പറഞ്ഞാൽ എന്താണ്? They are 8-bit bidirectional input-output pins that are used to send the data to the peripheral devices or to receive the data from peripheral devices. Okay, അപ്പോൾ PA0 to PA7 എന്ന് പറഞ്ഞാൽ 8-bit bidirectional input-output pins ആണ്. They are used to send the data to peripheral devices or to receive the data from the peripheral devices. Okay, ഇനി PB0 to PB7 എന്ന് പറഞ്ഞാൽ എന്താണ്? They are similar to port A pins and എന്താണ്? They are also 8-bit bidirectional input-output pins ആണ്. Okay, then PC0 to PC7. PC0 to PC7 എന്താണ്? Bidirectional input-output pins ആണ്. They are divided into 2 groups. ഏതൊക്കെയാണ്? PC0 to PC3, that is lower group, and PC4 to PC7, that is higher group. These two groups work separately using 4-bit data. Okay, ഇതിൽ ഒരു 4 പിൻ ഉണ്ട് അല്ലെ? 4 ബിറ്റ്, അതേപോലെ ഇത് 4 പിൻ ഉണ്ട്. സോ 4 ബിറ്റ്.
Okay, so this is 8255. Modes of operation we will be discussing it in the next video. Okay, thank you students.